അടുത്ത 3 മാസം താരയുദ്ധമാണ്. അല്ല ഒരു രസം. അല്ല രാജീവ് നിവിൻ പോളി തന്നെ ബ്രാൻഡ് അംബാസിഡറാണ്. അപ്പം ഇതെല്ലാം ഒരു കളർ കൊണ്ടുവരുമ്പോഴാണല്ലോ ഇതിനെല്ലാം ഒരു ഇത് സ്പോർട്സ് ആയിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, ഇതെല്ലാം ഒരു കളറിലൂടെ പോകുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് കുറേ ഇങ്ങടെ ആൾക്കാരെയൊക്കെ ചേർത്ത് ഫുട്ബോൾ ഒരു സജീവമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ്. അല്ല അങ്ങനെയല്ല, സ്പോർട്സ് ഒക്കെ പണ്ട് പോലെ തന്നെ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ കൈ ഫുട്ബോൾ കളിച്ചപ്പോഴായിരുന്നു ഒറ്റയടി അടിച്ച് എൻ്റെ കൈ പൊട്ടൽ വന്ന് എൻ്റെ മുട്ടിൻ്റെ ചിരട്ട തെറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഫുട്ബോൾ കളിച്ചപ്പോഴാണ്. പിന്നെ എൻ്റെ അനുജൻ ജസ്റ്റിൻ സ്റ്റീഫനാണ് അതിനൊരു റീസൺ. എൻ്റെ അനിയൻ സന്തോഷ് ട്രോഫിയുടെ ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അപ്പോൾ അവൻ്റെ കൂടെ കളിച്ചവരാണ് ഇവരെല്ലാവരും. അപ്പോൾ മുംബൈ FC, സന്തോഷ് ട്രോഫി, മോഹൻ ബഗാൻ, ചെന്നൈ FC, ഇങ്ങനെ എല്ലാ ഇതും കളിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അദ്ദേഹവും കൂടെ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പം ആൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആൾ ഫുട്ബോൾ കളിയെല്ലാം നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആളുകൂടെ വളരെ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ സുശാന്ത് മാത്യു എന്ന് പറഞ്ഞ ആളുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ കളിച്ചത്. അപ്പോൾ ആളും അനീച്ചാരും എല്ലാം ഒരുമിച്ച് കളിച്ചവരാണ്. അപ്പോൾ അവരൊക്കെ കൂടിയാണ് ഈ ടീം നോക്കി നടത്തുന്നതൊക്കെ. അപ്പോൾ അല്ല രാജുവായിട്ട് ഇതിനെപ്പറ്റിയുള്ള ഒത്തിരി ഡിസ്കഷൻസുകളോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. കാരണം രാജു എന്താ പറയുക, കൊച്ചി FC, സ്പോർട്സ് FC നടത്തുന്നു, നമ്മൾ തൃശ്ശൂർ മാജിക് FC നടത്തുന്നു. ഇത് കളത്തിലാണല്ലോ മുട്ടുക. പിന്നെ ഇതെല്ലാം ഒരു സ്പോർട്സ് ആസ്പെക്റ്റോട് കൂടി എടുക്കുക എന്നുള്ളതാണല്ലോ. ഇതെല്ലാം ഒരു ഫണ്ണാണല്ലോ. ഇതെല്ലാം ഒരു 2 മാസത്തെ ഒരു പരിപാടിയാണ് ഇത്. ആക്ച്വലി എന്താ പറയുക, പ്രാക്ടീസോടെ കൂടിയിട്ട് 3 മാസത്തെ പരിപാടിയാണ് ടോട്ടലായിട്ടുള്ളത്. ഇപ്പം സെപ്റ്റംബർ 7-ാം തീയതി കളി ഈവൻ തുടങ്ങും. ഇപ്പം പ്രാക്ടീസൊക്കെ ചെയ്ത് ഇപ്പം ഇതിങ്ങനെ എല്ലാ ടീമുകളും ഇന്നലെ പൃഥ്വിരാജിൻ്റെ ടീം ലോഞ്ച് ചെയ്തിരുന്നു. ഇന്നിപ്പം നമ്മുടെ ചെയ്തു. 10 ദിവസം വേറെ ടീമുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും പോയി പ്രാക്ടീസൊക്കെ ചെയ്ത് ഇപ്പോൾ എല്ലാവരും ഗോവയിൽ കളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്ലി മാച്ചുകൾ പലതും നടത്തുന്നുണ്ട്. അല്ല അതിപ്പോൾ ഓരോരുത്തരുടെ ഡേറ്റ് അനുസരിച്ച്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ആസിഫ് അലി ഉണ്ട്, പിന്നെയും വേറെ സ്റ്റാർസൊക്കെ ഉണ്ട്. അപ്പോൾ അവരത് സീക്രട്ടായിട്ട് വെച്ചേക്കുക. അപ്പോൾ അവരത് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിനെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കളർ വന്നു. അപ്പോൾ കുറച്ച് പുറത്തുനിന്നുള്ള വിദേശ ഫുട്ബോൾ പ്ലെയറുകൾ കളിക്കുന്നു, ഇന്ത്യൻ പ്ലെയേഴ്സ് കുറച്ച് പേര് കളിക്കുന്നു, പിന്നെ നാട്ടിലുള്ള 23 വയസ്സ് താഴെയുള്ള അങ്ങനെ കളിക്കുന്നു. അപ്പോൾ മിക്സപ്പ് ആയതുകൊണ്ടിട്ട് സക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു വലിയ ലെവലിലേക്ക് ഫീൻ വരും. സ്പോർട്സ് അങ്ങനെയാണല്ലോ. അല്ല അങ്ങനെയല്ല, ഇതിപ്പോൾ ഒരു കളറാക്കുക എന്നുള്ളത് നമുക്കിപ്പോൾ പറ്റുന്ന ഇപ്പോൾ ആളുകളെയൊക്കെ നമുക്ക് വിളിക്കുക, ഇതിൻ്റെ അകത്ത് കളി കാണാനായിട്ട് വിളിക്കുക, ഇതിൻ്റെ അകത്ത് വീണ്ടും ഇൻവോൾവ് ചെയ്യിപ്പിക്കാം. മനസ്സിലായി? നമുക്കിപ്പോൾ വേണമെങ്കിൽ ടീമിലേക്ക് പലരും ഇൻവൈറ്റ് ചെയ്യാം. അവർക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്യിക്കാം. അപ്പോഴെല്ലാം ഒന്നുകൂടെ ഒരു കളറാവുമല്ലോ, രസമാവുമല്ലോ. ഇത് ആളുകളിലേക്ക് റീച്ച് ആവുക. പിന്നെ ഇത് സ്റ്റാർ സ്പോർട്സിലാണ് കളി കാണിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒത്തിരി പ്ലസ് പോയിന്റുകളുണ്ട്. പിന്നെ പൃഥ്വിരാജ് ടീമുണ്ട്, ആസിഫ് അലി ഉണ്ട്, നമ്മളുണ്ട്, നിവിനുണ്ട്, അങ്ങനെ കുറേ ഇനിയും കുറച്ച് പേരും കൂടെ ഉണ്ട്. അപ്പോൾ അത് അവരായിട്ട് തന്നെ അനൗൺസ് ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം മൊത്തത്തിലൊരു തൃശ്ശൂർ പൂരം പോലെ ഒരു കളറാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യം ഇതൊന്ന് തുടങ്ങി എങ്ങനെയാ പോകുന്നത് നോക്കിയിട്ട് നമുക്കറിയാലോ. അടുത്ത 3 മാസം താരയുദ്ധമാണ്. അല്ല ഒരു രസം ഉണ്ടാവും. ഒരു കളറിങ് ആണല്ലോ. എങ്ങനെ എന്താണ് എന്ത് മൂടാണ് മാറ്റേണ്ടത്? ഓക്കെ, പരിപാടിയെല്ലാം നല്ലതല്ലായിരുന്നോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, അടിപൊളി. ആയിക്കോട്ടെ, താങ്ക്സ് സോ മച്ച്. എല്ലാവരും കൂടെ എത്തിയതിൽ, പങ്കെടുത്തതിൽ, എല്ലാവരും ഇതൊന്ന് മാക്സിമം അറിയിക്കുന്നതിൽ നിങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. എല്ലാവരോടും താങ്ക്സ് പറയുന്നു. താങ്ക് യു സോ മച്ച്.